അസ്സലാമു അലൈക്കും. 2027 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നാളെ, അതായത് ജൂലൈ 30 പകൽ 11 മണിക്ക് മുംബൈ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് മൊത്തം 2,01,725 അപേക്ഷകളാണ് ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം 24,500 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ സൗദി അറേബ്യ ഇന്ത്യക്ക് 1,75,000 തീർത്ഥാടകർക്കുള്ള അനുമതിയാണ് നൽകിയിരുന്നത്. ഇതിൽ 30% പ്രൈവറ്റ് ഗ്രൂപ്പിന് നൽകും. ഇതേ രീതി തന്നെ ഇപ്രാവശ്യവും തുടരുകയാണെങ്കിൽ ബാക്കി വരുന്ന 1,22,000-ലധികം സീറ്റുകളായിരിക്കും ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന തീർത്ഥാടകർക്ക് ലഭിക്കുന്നത്. കേരളത്തിന് അനുവദിക്കുന്ന ഹജ്ജ് സീറ്റുകളിൽ ആദ്യം 65+ റിസർവ്ഡ് കാറ്റഗറി അപേക്ഷകരും അവരുടെ സഹായികളും, കൂടാതെ ലേഡീസ് വിത്തൗട്ട് മെഹ്റം ഗ്രൂപ്പിൽ നിന്ന് അപേക്ഷിക്കുന്ന 65+ അപേക്ഷകരും അവരുടെ സഹായികൾക്കും ആയിരിക്കും ആദ്യം അവസരം നൽകുന്നത്. പിന്നീട് ബാക്കിയുള്ള ലേഡീസ് വിത്തൗട്ട് മെഹ്റം ഗ്രൂപ്പിൽ അപേക്ഷിച്ച അപേക്ഷകർക്കും അവസരം നൽകും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിൽ നിന്ന് 2026 വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് 5,608 മുതൽ 8,204 വരെ ഉള്ളവരിൽ ഈ വർഷം അപേക്ഷിച്ചവർക്ക് അവസരം നൽകും. അതും കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന സീറ്റുകളിൽ നിന്നാണ് ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിച്ച തീർത്ഥാടകർക്ക് അവസരം നൽകുന്നത്. മുകളിൽ പറഞ്ഞ ഓരോ വിഭാഗത്തിലും കേരളത്തിന് അനുവദിക്കുന്ന സീറ്റുകളേക്കാൾ അപേക്ഷകർ ഉണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ തന്നെ പ്രത്യേക നറുക്കെടുപ്പിലൂടെയായിരിക്കും തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത്. ആഗ്രഹിച്ച എല്ലാവർക്കും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.